ഒരു കാലത്ത് വളരെ ദൂരെയുള്ള ഒരു പട്ടണത്തിൽ ഒരു പണക്കാരനും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. ഏറ്റവും ഇളയ മകളായിരുന്നു ഈ 3 പേരിൽ അതിസുന്ദരി. അങ്ങനെ അവൾ സുന്ദരി എന്ന് അറിയപ്പെട്ടു. അവൾ നല്ലവളും കരുണയുള്ളവളുമായിരുന്നു. അവളുടെ മൂത്ത സഹോദരിമാർ അവളെപ്പോലെ അത്ര നല്ലവരും ദയവുള്ളവരുമായിരുന്നില്ല. വാസ്തവത്തിൽ അവർ സ്വാർത്ഥതവും സ്വാർത്ഥ്യവുമായിരുന്നു. ഒരു ദിവസം അവരുടെ അച്ഛൻ വളരെ ദുഃഖത്തോടെ വീട്ടിലേക്ക് വന്നു. അവന്റെ മകൾ അവനോട് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇനി നമ്മൾ വലിയ ആൾക്കാരല്ല, എല്ലാം കൈവിട്ടുപോയി. ഈ സുന്ദരമായ വീട് വിട്ടിട്ട് നാട്ടിൽ പോയി ഒരു ചെറിയ കുടിലിൽ വാഴാൻ തുടങ്ങാം. ഇത് കേട്ടതോടെ മൂത്ത 2 പേർക്കും വളരെ ദേഷ്യം വന്നു. നാട്ടിൽ നാം ദിവസം മുഴുവനും നമ്മൾ എന്ത് ചെയ്യും? അവർ ചോദിച്ചു. എന്നാൽ സുന്ദരി പറഞ്ഞു, കാടുകളിലും വയലുകളിലും പുഷ്പങ്ങളിലും ഇടയിൽ ഉള്ള രാജ്യത്ത് ജീവിച്ചാൽ എത്ര മനോഹരമായിരിക്കുമല്ലേ? ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാന്യനായ ആൾ ഒരു വലിയ തോടും ചെറിയ കോട്ടയും കണ്ടെത്തി. അവിടെ അവർ താമസിക്കാനും ചെന്നു. തോട്ടത്തിൽ വളരുന്ന പഴങ്ങളും പച്ചക്കറികളെയും അച്ഛൻ കഠിനാധ്വാനം ചെയ്തു. അവയെ വിറ്റ് സൗമ്യമായി ജീവിച്ചു. ഒരു ദിവസം അച്ഛൻ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് ജോലിക്ക് വേണ്ടി പോകണമായിരുന്നു. അതുകൊണ്ട് 3 പേരെയും വിളിച്ച് അയാൾ അടുത്ത ദിവസം വരെ മടങ്ങി വരില്ല എന്ന് പറഞ്ഞു. അവൻ ഓരോ പെൺമക്കളെയും തിരക്കി. താങ്കൾക്ക് ഏതേനും ചെറുതായി സമ്മാനം വേണമോ? മൂത്ത മകൾ പറഞ്ഞു, അതെ, എനിക്ക് വൈരങ്ങൾ വേണം. മുത്തുകൾ എനിക്കും. രണ്ടാമത്തെ മകൾ പറഞ്ഞു. എന്നാൽ സുന്ദരി പറഞ്ഞു, എന്റെ പിതാവേ, എനിക്കായി ഒരു വെളുത്ത റോസാപ്പൂക്കൾ കൊണ്ടുവന്നാൽ മതി. അച്ഛൻ കുതിരപ്പുറത്ത് കയറി. വാതിലിനരികിൽ തന്റെ മകൾ സുന്ദരി വണങ്ങി. മാന്യൻ തന്റെ ജോലി പൂർത്തിയാക്കിയപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി. അധികം വൈകിപ്പോയി. അവൻ തന്റെ വഴിയും നഷ്ടപ്പെടുത്തി. കുറച്ചായപ്പോൾ അയാൾ ഒരു വനപ്രദേശത്താണെന്ന് തിരിച്ചറിഞ്ഞു. പക്ഷെ ഒരു വഴിയും കണ്ടെത്താനായില്ല. പിന്നെ അവൻ ദൂരെയായ ഒരു വെളിച്ചം കണ്ടു. അവൻ ആ വെളിച്ചം നോക്കി പോയി. എന്നിരുന്നാലും അവൻ ആ വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുത്ത് വന്നു. മരങ്ങൾ അദ്ദേഹത്തിന് വിശാലമായ ഒരു വഴി ഒരുക്കി. ആ വഴി നോക്കി അയാൾ ഓടിച്ചു പോയി. അവന്റെ അത്ഭുതത്തിന് അവൻ ഒരു കൊട്ടാരത്തിന്റെ പ്രവേശവാതിലിൽ എത്തി. കൊട്ടാരത്തിന്റെ വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. എന്നാൽ കാഴ്ചയിൽ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ അകത്ത് ചെന്നു. അവൻ ഹാളിൽ അടുത്തുള്ള മുറിയിൽ ചെന്നപ്പോൾ ചൂടിന് വേണ്ടി തീച്ചുള പൊതിഞ്ഞുണ്ടായിരുന്നു. അവിടെ ഒരാൾക്ക് വേണ്ടിയുള്ള ഭക്ഷണവുമായി മേശ ഒരുക്കിയിരുന്നു. അവൻ വളരെ ക്ഷീണത്തോടും വിശപ്പോടുമായിരുന്നു. അതുകൊണ്ട് ഇവിടെ ആരുമില്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാമെന്ന് കരുതി അവന്റെ കുതിരയെ സ്ഥിരതയിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവൻ സന്തോഷത്തോടെ ആ ഭക്ഷണം തിന്നു. അത്താഴം കഴിഞ്ഞപ്പോൾ സുന്ദരന്റെ പിതാവിന് ഉറക്കം വന്നു. ഹാളിന്റെ അടുത്ത് തന്നെ ഉറങ്ങാനുള്ള മുറി എല്ലാവിധ സൗകര്യത്തോടെ ഉണ്ടായി. സുന്ദരിയുടെ അച്ഛൻ നല്ല കൂർക്കവും വലിച്ച് അടുത്ത നാൾ വരെ ഉറങ്ങി. കാലത്ത് എണീച്ചപ്പോൾ അയാളുടെ ഉടുപ്പുകൾ കാണാണ്ടായി. പക്ഷേ അതിനു പകരം നല്ല പുത്തൻ ഉടുപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഭംഗിയുള്ള പുത്തൻ ഉടുപ്പുകളൊക്കെ അണിഞ്ഞ് നല്ല സന്തോഷത്തോടെ അയാളുടെ കുതിരയെ കാണാൻ സ്ഥിരതയിലോട്ട് പോയി. പോകുന്ന വഴിയിൽ കാണാൻ നല്ല ഒരു ഭംഗിയുള്ള റോസാപ്പൂത്തോട്ടം കണ്ടു. പെട്ടെന്ന് സുന്ദരി പറഞ്ഞ കാര്യം അയാൾ ഓർത്തു. അതുകൊണ്ട് പൂക്കൾ ഒരുപാട് പറിക്കണമെന്ന് കരുതി. അയാൾ ഒരു പൂ പറിച്ചുള്ളൂ. അപ്പോഴത്തേക്കും ഒരു വലിയ ശബ്ദം അയാളുടെ പുറകിൽ കേട്ടു. തിരിഞ്ഞു നോക്കിയതും ഒരു വലിയ രാക്ഷസനെ കണ്ടു. ആ രാക്ഷസൻ നല്ല ഒച്ചയിൽ പറഞ്ഞു, നന്ദിയില്ലാത്തവനെ, നീ ആരുടെ ഭക്ഷണം കഴിച്ചു? ആരുടെ കട്ടിലിൽ ഉറങ്ങി? ആരുടെ തുണികൾ ഉടുത്തു? എന്റെ 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 വെള്ളപ്പൂക്കളെ കട്ടൊണ്ട് തിരിച്ചു തരണം, ഇല്ലെങ്കിൽ മരിക്കും.
ദയവായി എന്നെ കൊല്ലല്ലേ. അച്ഛൻ യാചിച്ചു. ഒറ്റ ഒരു കാര്യം മാത്രം നിന്റെ ജീവിതം രക്ഷിക്കും. രാക്ഷസൻ പറഞ്ഞു. നീ 1 മാസം കഴിഞ്ഞു ഇവിടെ വരണം. നീ പോകുന്ന വഴിയിൽ കാണുന്നതെല്ലാം ഇവിടെ കൊണ്ടുവരണം. സുന്ദരിന്റെ അച്ഛന് വേറെ വഴി ഒന്നുമില്ലാത്തത് കൊണ്ട് അതനുസരിക്കേണ്ടി വന്നു. കൊട്ടാരത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അച്ഛൻ ആ രാക്ഷസനോട് കൊടുത്ത സത്യം ഓർത്തു. പിന്നെ അയാൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ സുന്ദരി വണങ്ങിയത് ഓർമ്മ വന്നു. ആ ചിന്തകൾ അച്ഛനെ വല്ലാതെ അകറ്റി. സുന്ദരി വന്ന് ആദ്യം എന്നെ വിളിച്ചാൽ ഞാൻ എന്തു ചെയ്യും? സുന്ദരി അച്ഛനെ തിരിച്ചുവരവും കാത്ത് ജനലിന്റെ അരികിൽ നിൽക്കുകയായിരുന്നു. ദൂരെ കുതിരയിൽ ആരോ വരുന്നത് പോലെ അവൾക്ക് തോന്നിയപ്പോൾ അവൾ ഓടി തോട്ടത്തിൽ വന്ന് നിന്നു. അതെ, അത് അവളുടെ പ്രിയപ്പെട്ട പിതാവായിരുന്നു. പക്ഷേ അച്ഛന്റെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലായില്ല. അവളുടെ അച്ഛൻ വളരെ വിഷമത്തിലായിരുന്നു. അച്ഛാ, എന്നെ കണ്ടതിൽ സന്തോഷമല്ലേ? അച്ഛൻ അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ വീട്ടിലകത്ത് കയറിയതും ആ വലിയ രാക്ഷസനോട് അച്ഛൻ കൊടുത്ത സത്യത്തിനെ കുറിച്ച് പറഞ്ഞു. നീ എൻ്റെ കൂടെ വരണ്ട സുന്ദരി, എന്തായാലും. അച്ഛൻ പറഞ്ഞു. സുന്ദരി അത് എതിർത്തില്ല. ഒരു വാക്ക് വാഗ്ദാനം ചെയ്താൽ അത് സൂക്ഷിക്കണമെന്ന് അവൾക്കറിയാം. അവസാനം അവളുടെ അച്ഛൻ സമ്മതിച്ചു. മാസത്തിന്റെ അവസാനം നാൾ അവളെ രാക്ഷസന്റെ അടുത്ത് കൊണ്ടുപോകും.